ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലഹു കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഊസീകും ഇബാദല്ലാഹി വനഫ്സി അവ്വലൻ ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിന്നാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാമ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅത്തു വൻശഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുഖ്രിലു വയഖൂലു സിഹ്റുൻ മുസ്തമിർ. ബിസ്മില്ലാഹി സദ്രി വയസ്സിർ ലി അംരി വഹുലൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തിറങ്ങുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുത്തക്കികളായി ആഖിബത്ത് നന്നായി അവസാനം ഈമാൻ കിട്ടി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ 4 വെള്ളിയാഴ്ചകളായിട്ട് അസ്റാത്ത് സഅത്ത് സൂറ ലോകാവസാനത്തിൻ്റെ ചെറിയ അടയാളങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. അതിനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇൻഷാ അല്ലാഹ് വലിയ അടയാളങ്ങൾ പഠിക്കാൻ. എന്നിട്ട് വേണം ലോകം അവസാനിക്കുന്ന പഠിക്കാൻ. എന്നിട്ട് വേണം ഖബറിൽ നിന്ന് മനസ്സിലേക്കുള്ള യാത്ര പഠിക്കാൻ. അങ്ങനെ പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കാൻ നമ്മുടെ വിഷയം. ഇന്ന് ഞാൻ തുടക്കത്തിൽ ഓടിക്കേൾപ്പിച്ചാലത്തെ ലോക അവസാനത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ അടയാളത്തിൽ പറ്റ ഇഖ്തറബത്തിസ് സാഅത്തു, ലോകം അവസാനിച്ചു എന്നാണ്, അടുത്തു കഴിഞ്ഞു. ഇഖ്തറബത്തിസ് സാഅത്തു, അന്ത്യദിനം അടുത്തു കഴിഞ്ഞു. ഇഖ്തറബാണ് അടുക്കാനാണ്, അടുത്തു കഴിഞ്ഞു. വൻശക്കൽ ഖമറു, സൂര്യൻ പൊട്ടിപ്പിളരുകയും ചെയ്തു എന്നാണ്. ഇത് ഇവിടെ പറയുവാനുള്ള നിങ്ങൾക്ക് പറഞ്ഞതിനുള്ള കാരണം ഈ അധ്യായം മക്കയിൽ ഇറങ്ങിയ അധ്യായമാണ് കേട്ടോ. ഹിജറയുടെ 5 വർഷം മുമ്പ്, അഥവാ നുബുവത്തിന്റെ 8-ാം വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ മക്കയിലുള്ള VIP-കളായ ഖുറൈശികൾ, ഉത്തുബത്തും ഷൈബത്തും അബൂലഹബും അബൂജഹലും, ഇവർക്കൊക്കെ പ്രവാചകനെയോ അല്ലെങ്കിൽ പ്രവാചകനെ വിശ്വസിക്കുന്നവരെയോ തടുത്തു നിർത്താൻ കഴിയുന്നില്ല. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർ ഓരോ അശാസ്ത്രീയമായ ചോദ്യങ്ങളും കൽപ്പനകളും പ്രവാചകനോട് ചോദിച്ച് ഉത്തരം മുട്ടിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ചോദിച്ചു, നീ പ്രവാചകനാണോ? അതെ. എന്നാൽ ആ ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊണ്ടാന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ആകാശത്തെ കൈയുറത്തു. അങ്ങനെ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ഖുർആനിൽ അത് പറയുന്നത് സാഅത്തിന്റെ അടയാളമാണ്, ലോകാവസാനത്തിന്റെ അടയാളപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞോന്ന് അറിയില്ല. ഒരിക്കൽ പറഞ്ഞു, അനാ വസ്സാഅത്തു ഹഖദാ കഹാതൈനി ജമഉ ഇസ്മൈ, ഞാനും ലോകാവസാനവും ഇപ്രകാരമാണ്. ഞാനും ലോകാവസാനവും ഇപ്രകാരമാണ്. 2 വിരൽ കൂട്ടിപ്പിടിച്ചു.
രണ്ട് വിരലിങ്ങനെ കൂട്ടിപ്പിടിച്ചു. അത് അടുത്ത് കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ആദ്യം പഠിച്ചു ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ എന്റെ ജനനവും നബി സല്ലല്ലാഹു തങ്ങളുടെ നിയോഗവും പ്രവാചകന്റെ വിയോഗവും. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി കരഞ്ഞു, നബിയെ അങ്ങയുടെ വിയോഗം ഞങ്ങൾക്ക് കേൾക്കാൻ കാണാൻ സഹിക്കൂല എന്ന് പറഞ്ഞു. ആ ഹദീസ് നമ്മൾ പഠിച്ച അവിടെ പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് കൂടി പറഞ്ഞുകൊണ്ടിരുന്നല്ല നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ലോകം അവസാനിക്കും, മരിച്ചാൽ പിന്നീട് ഒരു ജീവിതമുണ്ട്, ലോകം അവസാനിക്കും, എല്ലാവരെയും അല്ലാഹു തആല പുനരുദ്ധാനം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ പുച്ഛായിരുന്നു. ഐദാ കുന്നാ വഇദാമും റുഫാത്തം അയിന്നാല മബഊസൂന ഹൽകൻ ജദീദാ. നമ്മൾ ഇനി മരിച്ചുപോയി എല്ല് ഞുരുമ്പിപ്പോയി രണ്ടാമതൊരു ജീവിതം ഉണ്ടായ മുഹമ്മദ്, ഇതൊക്കെ അസംഭവ്യമാണോ, ഇതൊക്കെ സംഭവിക്കാൻ പോണ കാര്യമാണോ എന്ന് പരിഹരിച്ചിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞ് ലോകം അവസാനിക്കുമ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ പുലരും. ഇൻഷാല്ലാഹ് പഠിക്കാം. അപ്പൊ ഇതിവിടെ പറയാനുള്ള കാരണം ഇതിൽ വളരെ തത്വം ഉള്ളത് എന്താ വെച്ചാൽ അവരൊരു മോചിതാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ചന്ദ്രനെ പിളർത്തി കാണിച്ചത്. ചന്ദ്രൻ ഉണ്ടായ രാത്രിയിലെ പ്രകാശം കാണുള്ളൂ. ചന്ദ്രൻ പിളർന്നു, രണ്ട് കഷ്ണമായി പിളർന്നു. അപ്പൊ ഇക്തറബത്ത് സാഅത്തു അത് ലോകാവസാനത്തിന്റെ അടയാളം അങ്ങനെ കാണിച്ചന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഖുർആനിൽ എന്നൊക്കെ പറഞ്ഞു തരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? വൻഷക്കൽ ഇക്തറബത്ത് സാഅത്തു അന്ത്യം, ലോകത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ തഫ്സീറിലൊക്കെ പറയുന്നത് രാത്രി സമയമല്ലേ, അറബികളും ഖുറൈശികളൊക്കെ രാത്രി സമയത്ത് അവരുടെ കച്ചവട ആവശ്യാർത്ഥമൊക്കെ നടന്നു പോകുന്ന സമയത്ത് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ രണ്ട് കഷ്ണമായി രണ്ട് ഭാഗത്തേക്ക്, രണ്ട് മലയുടെ ഭാഗത്തേക്ക് പോയത് കണ്ട് അവർ പരിഭ്രമിച്ചു, പേടിച്ചു. ഭൂരിപക്ഷം ആൾക്കാർ രാത്രി അവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ഇത് പിളരുകയും അവർ കാണുകയും ചെയ്തു. പക്ഷേ ഇതാ എന്താ പറയുന്നത്, ഇവയും യറവ് ആയത്തൻ, ആ ദൃഷ്ടാന്തത്തെ അവർ കണ്ടു. ഏത്? ചന്ദ്രനെ പിളർത്തണം എന്നുള്ള ആയത്തോ അവർ കണ്ടു. അല്ലാഹു തആല കാണിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ. വൻയറവ് ആയത്തൻ യുഗിലു, അത് കണ്ടപ്പോൾ അവർ അതിൽ നിന്നും പിന്മാറി. ഇതൊക്കെ എന്താ പറയുക? യഖൂലു സിഹ്റു മുസ്തമിർ, ഇതൊക്കെ ജാലവിദ്യയാണ്. ഇതൊക്കെ മുഹമ്മദ് പണ്ടേ തുടങ്ങിയ ചില ജാലവിദ്യകളിൽ ഒന്നാണ്. മുഹമ്മദ് കെബിഷിന്റെ മകൻ, അലീമാവിയുടെ ഭർത്താവിന്റെ ഒരു കെബിഷൻ ആയിരുന്നു. പരീക്ഷിച്ചുകൊണ്ട് പറയാവര് കെബിഷിന്റെ മകൻ, ആട്ടിടെ അതെ കൊച്ചനാടിന്റെ മകൻ എന്നാണ് അർത്ഥം പറയുന്നത്. നബിനെ പരിഹസിക്കുക. അലീമാബി പാല് മുല കൊടുത്തപ്പോൾ അങ്ങനെ അപ്പോഴും ഹദീസ് പറഞ്ഞ അങ്ങനെ തന്നെ. അങ്ങനെ ഇപ്പൊ പുതിയൊരു ജാലവിദ്യ കണ്ടിരിക്കുന്നു. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇത് ആവശ്യപ്പെട്ട ആൾക്കാർക്ക് ഹിദായത്ത് കിട്ടിയില്ല. അവര് പറഞ്ഞു ചന്ദ്രനെ പിളർത്തി തന്ന് കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവശ്യപ്രകാരം ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അവരൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു സിഹ്റു മുസ്തമിർ, ഇതും ഒരു ജാലവിദ്യയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ഹിദായത്ത് കിട്ടിയില്ലെങ്കിലും നമുക്കൊക്കെ ഹിദായത്ത് കിട്ടി. എങ്ങനെ? ചരിത്രം പറയുന്നുണ്ട് കേട്ടോ. കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന രാജാവ് ചേരമാൻ പെരുമാൾ രാത്രി സമയത്ത് തൻ്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഇരുന്ന് കാത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്ന് രണ്ട് ഭാഗത്തേക്ക് പോവുകയും തിരിച്ചു വന്ന് യോജിക്കുകയും ചെയ്ത് കണ്ടു. ഇത് കണ്ട് പേടിച്ചു. ചേരമാൻ പെരുമാൾ പേടിച്ചു. എന്താണ് ഈ സംഭവം എന്നറിയാതെ. ഇന്നത്തെ മാതിരിയുള്ള വാർത്താ മാധ്യമങ്ങളും വാട്സപ്പും യൂട്യൂബും ഒന്നുമില്ലല്ലോ. ആരെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറേബ്യയിൽ നിന്ന് എല്ലാ കാലത്തും ഇന്ത്യ, കേരളം അറേബ്യൻ നാടുമായിട്ട് കച്ചവടത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് കേട്ടോ. അതിലേക്കൊന്നും ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ കച്ചവട ആവശ്യാർത്ഥം വന്ന അറബിയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളെ പ്രവാചകനുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്, അതാണ് കണ്ടത്. അങ്ങനെ ഞാൻ ചുരുക്കി പറയാണ്, ചേരമാൻ പെരുമാൾ ഇവിടെ നിന്ന് പോയി. അവിടെ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കണ്ടു. താജുദ്ദീൻ എന്നുള്ള പേര് സ്വീകരിച്ചു, ഇസ്ലാം മതം സ്വീകരിച്ചു. അവിടെ നിന്ന് ഒരു മിഷനറി പ്രവർത്തകന്മാരെ, ഒരു ദൗത്യ സംഘത്തെ ഇങ്ങോട്ട് അയച്ചു. നമ്മുടെ രാജ്യത്ത് വന്നു, ഇസ്ലാം മതം സ്വീകരിച്ചു. നമ്മുടെ പൂർവ്വന്മാരൊക്കെ ഹിദായത്ത് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കും ഹിദായത്ത് കിട്ടാൻ കഴിഞ്ഞു. അള്ളാഹുവിനെ ഗ്രഹിക്കും. ഇത്രയാ ചരിത്രം പറയുന്നുള്ളൂ. അപ്പോൾ ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു അടയാളമാണ് ചന്ദ്രൻ പിളർന്നു എന്നുള്ളത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തു, പിളരുകയും ചെയ്തു. അപ്പോൾ ഈ തറബത്തി സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ തുടർച്ചയാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൽ നമ്മൾ പള്ളി അലങ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പള്ളി അലങ്കരിക്കൽ ജൂതന്മാരുടെയും നസ്രാണികളുടെയും സമ്പ്രദായമാണ്. ഇനി അടയാളങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ
ജൂതന്മാരെയും നസ്രാണികളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നബിസ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. പള്ളികൾ അലങ്കരിച്ചു, നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ ഒരു പുനഃപരിസ്മരണം നടത്തുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കാണാം, സാത്തി ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ആ യുസല്ലി 50 ആള് നിസ്കരിച്ചാൽ 50 ആള് നിസ്കരിച്ചാൽ ആ തക്കബുൽ സ്വലാത്തൽ അഹദി മിന്നും, ഒരാളെ നിസ്കാരം പോലും സ്വീകരിക്കാത്ത രൂപത്തിലായിരിക്കും ആ നമസ്കാരം. ഓതേണ്ട രൂപത്തിൽ ഓതാൻ അറിയില്ല. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു, പള്ളിയിൽ കയറി ഈ ഹദീസിന്റെ അടിസ്ഥാനത്താണ് എന്താ പറഞ്ഞത്, മസ്ജിദി ലാ എലിജൂന ഇമാമൻ യുസല്ലി. കുറച്ച് ആൾക്കാർ പള്ളിയിലേക്ക് കയറി വന്നു നിസ്കരിച്ചാൽ കയറി വന്നിട്ട് ഇമാം നിൽക്കാൻ ആളില്ല. ഈ നിൽക്കേ ആർക്കും ഉറക്കണവും നമസ്കാരത്തിന് ഇമാമ് നിൽക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ അവർ നമസ്കാരത്തിന് അവരുടെ പ്രാർത്ഥനകൾ, സലാത്തുകൾ, ഫാത്തിഹകൾ അത്രയും ബാലിശമായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ എന്ത് വേണം? ലോക അവസാനത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു. അപ്പോൾ പള്ളിയെ പറ്റിയുടെ അവസ്ഥയാണ് പറഞ്ഞത്. നിസ്കരിക്കുന്നവർ ബഹുഭൂരിപക്ഷവും, ഞാൻ ഇതേ അനുഭവം ഉണ്ടാകാതെ പറഞ്ഞു, കുറച്ചാൾ കുട്ടികൾ ചെറുപ്പക്കാർ നിസ്കരിക്കാൻ വന്നപ്പോൾ ആർക്കും ഇമാമക്കാൻ തയ്യാറില്ല. അവസാനം ഞാൻ ആളോട് ചോദിച്ച്, അവർക്ക് കുറച്ചാൾക്കാർക്ക് വേണ്ടി ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഖുർആൻ സൗജന്യ പഠനം ക്ലാസ് തുടങ്ങി എല്ലാവർക്കും ഫാത്തിഹ സൂറത്ത് അടക്കം പഠിപ്പിച്ചു കൊടുക്കുക. സമ്മതിച്ചു, ക്ലാസ് നടക്കേണ്ട ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി അടുത്തതായിട്ട് മദ്യപാനം വ്യാപിക്കുക. ഇപ്പൊ പള്ളിയായി നിസ്കരിക്കുന്നവരായി കള്ളുകുടി, മദ്യപാനം വ്യാപകമാവുക, അതിനൊരു തടസ്സവുമില്ലാതെ ഇഷ്ടം പോലെ കള്ളുകുടിക്കുക. യോഗ്യത വേണമെങ്കിൽ ഓനൊരു മനുഷ്യനായി കാണണമെങ്കിൽ ഓൻ കള്ളു കുടിക്കണം, അല്ലാത്താണെങ്കിൽ ഏതോ കാലത്തെ പഴഞ്ചനാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയില് പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഹംറു എന്ന് പറഞ്ഞാൽ കള്ള്, മറക്കുന്നതിന്റെ അർത്ഥം ബുദ്ധിയെ മറക്കുന്ന വസ്തുവാണ്. അത് എന്ത് ലഹരിയായാലും. ഇന്നമൽ ഹംറു കള്ളും, വൽ മൈസിറു ചൂതാട്ടവും, വൽ അൻസാബു ബലിപീഠങ്ങളും അതായത് നാട്ടുകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്നൊക്കെ പറയാം, വൽ അസ്ലാമു അമ്പുകോലുകളും, അതൊക്കെ ഒരു ജാഹിലിയ കാലത്തുള്ള പ്രശ്നം വെക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. നറുക്കിട്ടെടുക്കുക, പ്രശ്നക്കോലുകൾ എന്നൊക്കെ പറയാം. വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്വാൻ, അതൊക്കെ പിശാചിന്റെ പ്രവൃത്തികളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു, അത് നിങ്ങൾ വെടിയുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് വെച്ചാൽ മദ്യപിച്ചിരുന്നു, മദ്യം ഹലാലായിരുന്നു, മദീനത്ത് വന്ന് ഹറാമാക്കി. ഈ ആയത്തിറങ്ങിയപ്പോൾ ഗോഡൗണിൽ സൂക്ഷിച്ച ആ മദ്യം വിട്ട് വിറ്റഴിക്കുക എന്ന നയല്ല സ്വീകരിച്ചത്. ഇന്നിപ്പോ നമ്മക്കൊരു സാധനത്തിന് വില കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് പൂഴ്ത്തി വെക്കും, അതും തെറ്റാണ്. ഈ കള്ള് ഹറാമാക്കി എന്ന് പറഞ്ഞപ്പോൾ മദീനയിലൂടെ ഒരു വിളംബരം, അൽ ഹറാം അൽ ഹറാം അൽ ഹംറു ഹറാം. ഇത് കേട്ട ഉടനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചായ കുടിക്കണ മാതിരി ഹലാലല്ലേ. കള്ള് ഹറാമാക്കാൻ ഇറങ്ങിയ സംഭവം ഉണ്ടോ? അന്തറുള്ളവന് മദ്യപിച്ചിട്ടില്ല സംഭവങ്ങളൊക്കെ ബുഖാരിയിലുണ്ട്. അത് ഇൻഷാ നമുക്ക് അതിന് വിഷയമായി പറയുമ്പോൾ നമ്മൾ ലോകാവസാനത്തിൽ അനാഥപ്പെട്ടത്. അങ്ങനെ വിളംബരം ചെയ്തു. എല്ലാ കള്ളിലെ ഗോഡൌണുകളിലുള്ള കള്ള് പീപ്പുകളും പൊട്ടിച്ചു തച്ചുടച്ചു. മദീനയുടെ തെരുവീതിയിലൂടെ ഒരു കള്ളിന്റെ ആറുകൾ, പുഴകൾ തന്നെ ഒഴുകൊണ്ടിരുന്നു. അത്രയും കൃത്യനിഷ്ഠയും ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കുകയും ചെയ്തവരായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിഷിദ്ധമാക്കിയ ആ മദ്യം കുടിക്കൽ, കള്ളുപയോഗിക്കൽ വളരെ വ്യാപകമായി കഴിഞ്ഞാൽ അതും ലോകാവസാനത്തിനറിയാണ്. സമൂഹത്തിലെ ഏറ്റവും വലിയ തിന്മ, ഗാന്ധിജിയൊക്കെ കുറെ പഠിച്ചും മനസ്സിലാക്കിയ ഈ ലോകത്ത് ഇന്ത്യയിലത്ത് ശാന്തിയും സമാധാനവും കണ്ടെത്താൻ മദ്യം നിരോധിക്കണം, ഉമറുൽ ഫാറൂഖിന്റെ ഭരണം വേണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. സാമൂഹ്യമായ തിന്മകൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ, വാഹന അപകടങ്ങൾ, പീഡനങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, മക്കളെ മാതാപിതാക്കൾ ഉപദ്രവിക്കൽ, എന്തെല്ലാം നാശങ്ങളുണ്ടോ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഹംറു ഉമ്മുൽ ഖബായിസ്. മദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ചീത്തയുടെയും മാതാവാണ്. ഒരു ഹദീസ്, അൽ ഹംറു മിഫ്താഹുൽ ഖബായിസ്, എല്ലാ ചീത്തകളുടെയും താക്കോൽ കള്ളാണ്. ഇത് കള്ള എന്ന് പറയുന്നത് അൽ മുസ്കുറു കുല്ലു മുസ്കുറിൻ ഹംറുൻ കുല്ലു ഹംറിൻ ഹറാം. കള്ളനല്ല, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും മദ്യമാണ്, എല്ലാ മദ്യവും
ഹറാമാണ്. അതിന് ADM എന്തൊക്കെ പേര് പറഞ്ഞു, ഏതെല്ലാം ലഹരി വസ്തുക്കളും ഉണ്ടായിക്കോട്ടെ, എന്തെല്ലാം രൂപത്തിലും ഭാവത്തിലുമായാൽ അതൊക്കെ ഹറാമാക്കി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ ചെന്നിട്ട് ഒരൊറ്റ വിളംബരം കൊണ്ട് ആ രാജ്യം സംശുദ്ധമായി. അതുപോലെ തന്നെ പലിശയും കേട്ടോ, പലിശ ഹറാമാക്കിയതും അങ്ങനെ തന്നെ. എല്ലാ മദ്യപാനികളും നിർത്തി മദ്യത്തിന്റെ ബീപ്പുകൾ തച്ചുടച്ചു. ആ മദ്യത്തിന്റെ ഉപയോഗങ്ങൾ ലോകാവസാനമാകുമ്പോൾ തിരിച്ചു വരിക മാത്രമല്ല, കള്ളു കുടിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ വലിയതായ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മളാ വീട്ടിൽ തന്നെ കല്യാണങ്ങൾ ഉണ്ടായാലും കയാന പാർട്ടി എന്തെല്ലാം പേക്കൂത്തുകൾ ഈ മദ്യം കൊണ്ടുണ്ടാക്കി തീർക്കുന്നു. അതെല്ലാം തന്നെ എന്താണ്? ഹറാം. അതിവ്യാപകമായാൽ എന്ത് വിചാരിച്ചു? ലോകം അവസാനത്തിന്റെ അടയാളമാണ്. ഒരു കള്ളുകുടിയൻ സത്യവിശ്വാസിയായും കൊണ്ടിരിക്കെ ഒരിക്കലും അവൻ കള്ളു കുടിക്കാൻ കഴിയുകയില്ല. അഥവാ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഈമാൻ അവന് പോയി നഷ്ടപ്പെട്ടു പോയി. അത് പറഞ്ഞത് എന്താ? ഒരു മുഅ്മിൻ സത്യവിശ്വാസിയായ മനുഷ്യൻ സത്യവിശ്വാസി ആയും കൊണ്ട് ഒരിക്കലും തന്നെ അവൻ വ്യഭിചരിക്കുകയുമില്ല. അത് വ്യഭിചാരത്തെ കുറിച്ച് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോ മദ്യപാനം സാർവത്രികമായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇനിയിപ്പോ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനൊന്നുമില്ലല്ലോ. ഇഷ്ടം പോലെ പണ്ട് ചാരായം നിരോധിച്ചു, പക്ഷെ അതിപ്പോഴും മൊത്തമായും ചില്ലറയായും കിട്ടുന്നു. ചാരായം പണ്ട് സർക്കാർ നിരോധിച്ചു. ഇപ്പൊ മറ്റുള്ള പല രൂപത്തിലും ഭാവത്തിലും മദ്യപാനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പല പേരിലും പല രൂപത്തിലും. ആ മദ്യം തന്നെ ലോകത്തെ ഏറ്റവും വലിയ വിപത്തുണ്ടാക്കി തീർക്കുന്ന വസ്തുവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. അതാണ് മറ്റൊരു അടയാളം കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വ്യഭിചാരം അധികരിക്കുക. വ്യഭിചാരം വ്യഭിചാരം കൊണ്ട് നിങ്ങൾ അടുക്കരുത്, അത് മ്ലേച്ഛമാണ്, ചീത്തയാണ്, നിങ്ങളെ ഈമാൻ അതിൽ നിന്ന് നഷ്ടപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് ഖബറിലെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വലിയതായ നരകക്കുഴിയിൽ കണ്ടില്ലേ, നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തില്ലേ, നഗ്നനായ കുറെ സ്ത്രീപുരുഷന്മാർ അട്ടാശിക്കുന്നത് അവർ പഠിപ്പിച്ച ഇബ്ലീസ് എന്ന മലക്കെ പറഞ്ഞ് അത് വ്യഭിചരിക്കുന്ന സ്ത്രീപുരുഷന്മാരാണ്. അപ്പോ വ്യഭിചാരം കൊണ്ട് എന്ത് പാടില്ല? ചിന്തിക്കാൻ പോലും പാടില്ല. അതും ഇന്ന് സാർവത്രികമായിരിക്കുന്നു. വേശ്യാവൃത്തിക്കും വ്യഭിചാരത്തിനൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതിന് ലൈസൻസ് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്ന, സ്വന്തം മക്കളെ ബാപ്പയാൽ ഗർഭിണിയാകുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ പത്രത്തിൽ പോലും കണ്ടു, 13 വയസ്സുകാര ഒരു പെൺകുട്ടി പ്രസവിച്ചു. 13കാരന്റെ പീഡനം കഴിഞ്ഞ ഇതിൽ പഠിച്ചു കാസർഗോഡ്. ബാപ്പാനാൽ മക്കൾ, ലോകത്തിന്റെ അവസാനം എല്ലാം എത്തിക്കഴിഞ്ഞു. വ്യഭിചാരം വ്യാപകമായി. ഉമ്മയില്ല, പെങ്ങളില്ല, മക്കളില്ല, ആർക്കും ഒരു തണയും ഇണയുമില്ല. വാപ്പയാൽ സംരക്ഷണം കൊടുക്കേണ്ടത്, ആ വാപ്പയാൽ മക്കൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ വ്യഭിചാരം അധികരിച്ചു വന്നാൽ ലോകത്തിന്റെ അവസാനമാണ്. സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത് ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്തില്ല, ലോകാവസാനം വരികയില്ല. ലോകാവസാനം വരികയാണെങ്കിൽ എന്തായിരിക്കും? മൃഗങ്ങൾ വഴിയിലും റോട്ടിലൊക്കെ കടന്ന് ഇണചേരുന്നത് പോലെ എന്റെ ഉമ്മത്ത് മുസ്ലിം സമുദായം നടു റോട്ടിൽ നിന്ന് ഇണചേരുന്ന ഒരു കാലഘട്ടം വരുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. അതും വന്നു കഴിഞ്ഞു. ഇണചേർച്ചയ്ക്ക് അതിന് യാതൊരു ഒളിവും മറയുമില്ലാതെ പരസ്യമായി ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ആയിട്ട് അടിഞ്ഞാടി നടക്കുന്നു. എന്തെല്ലാം സംഭവ വികാസങ്ങളാണ്. അതാ ഈ ഹദീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹദീസിന് പറഞ്ഞുതരാം. എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സാഅത്ത്, ലോകം അവസാനിക്കുകയില്ല. ഹത്താ തൂജദിൽ മർഅതു നഹാറൻ തൻഗഹു വസ്ത തരി, ഒരു സ്ത്രീയും പുരുഷനും റോട്ടിന്റെ വഴി മധ്യത്തിൽ കടന്നുകൊണ്ട്, തൻഗഹു എന്ന് പറഞ്ഞ ഇണചേരുക എന്നർത്ഥം. അതാണ് നിക്കാഹ്. ഇണചേരും എപ്പോൾ? വസ്തു തരി, നടു റോട്ടില് ഇണചേരുക. എന്നിട്ടോ ലാ യൻദുറുദാലിക അഹദുൻ, അതിനെ തടയുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അത്
തടഞ്ഞാൽ തന്നെ അവന് ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖുള്ളാഹി ഉമറുള്ളാഹിന്റെയും ഉള്ള സ്ഥാനമായിരിക്കും ആ ജനങ്ങളുടെയും. ആരും തിരിഞ്ഞു നോക്കൂല. എന്നിട്ട് ചില ആൾക്കാർ എന്താ പറയാറ്, മക്കളെ ഇത് അവിടെ പറയും കേട്ടോ, ഇന്നൊന്നും ഈ വഴിയിൽ നിന്ന് നിങ്ങൾ കുറച്ചങ്ങോട്ട് മറഞ്ഞു പോയി മക്കളെ എന്ന് പറയും കുറച്ച് ആൾക്കാർ. നബിസ്വല്ലല്ലാഹു അങ്ങനെ കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖുള്ള ഉമറുള്ളാഹിനെ പോലത്തെ വെച്ചാൽ അത്രയും വിവരം തൻ്റെ ആൾക്ക് വേറെല്ലാരും തിരിഞ്ഞു നോക്കുകയില്ല. ഖുർആൻ സൂറത്ത് അറാഫിൽ പറഞ്ഞു, വലഖദ് ദറഅനാ ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ ലഹും അയ്യുൻ ലാ യബ്സുറൂന ബിഹാ വലഹും മദാൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. നരകത്തിലേക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും നരകത്തിലേക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട വിഭാഗം. എന്താണ്? അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൊണ്ട് ലാ യബ്സുറൂന ബിഹാ, കാണേണ്ടത് കാണുകയില്ല. ലഹും ഖുലൂബുൻ, ഹൃദയമുണ്ട്, ബുദ്ധിയുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുകയില്ല, കേൾക്കേണ്ടത് കേൾക്കുകയില്ല. അവരാരാണ്? ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്, കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അദൽ, അതല്ല അതിലും മോശപ്പെട്ടവരായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ വ്യഭിചാരവും വേണ്ടത്ര സാർവത്രികമായി, മദ്യപാനവും അതുപോലെ തന്നെ സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ഇതെല്ലാം കണ്ടാൽ തന്നെ എന്ത് വേണം? അബീ ഹുറൈറ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്? അത് പ്രയോഗമാണ്. അല്ലാഹു റസൂലുള്ളാഹി എപ്പോഴും പറയും കേട്ടോ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം. അല്ലാഹു സത്യം ചെയ്ത് പറയാൻ എന്താ പറയുന്നത് അറിയോ? ലാ തദ്ഹബു ദുനിയ, ഈ ദുനിയാവ് പോവുകയില്ല, ഈ ദുനിയാവിൽ നശിച്ചു പോവുകയില്ല. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. എന്താ ഒന്നാമത്തെ? ഹത്താ യമുറു റജുലു ബിൽ ഖബർ, ഒരു മനുഷ്യൻ, സാലിഹായ ഒരു മനുഷ്യൻ ശ്മശാനത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കബറ് കാണുമ്പോൾ, കബറ് മുമ്പ് കഴിഞ്ഞപ്പോൾ നമ്മളെ മാതാപിതാക്കളെ കബറാണ്, സാലിഹ്യങ്ങളെ കബറ് കാണുമ്പോൾ ആ കബറിന്റെ മേലെ കടന്ന് ഉരുണ്ട് പൊട്ടിക്കരയും. എന്താ പറയാ? കബർ, ഞങ്ങൾ നിങ്ങളെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞങ്ങളെ എന്തെല്ലാമാണ് ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, നിങ്ങളൊക്കെ നേരത്തെ മരിച്ചു പോയില്ലേ, ഞങ്ങൾ ഇതൊക്കെ കാണും കേൾക്കുകയും ചെയ്യുന്നു, ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. യഖൂലു ഫകാന സാഹിബ് അത് യാ ലൈതനി, ഞാൻ ആയിരുന്നെങ്കിൽ എന്ത് ഈ കബറാളികളെ കൂട്ട് കിടക്കുന്നത് പോലെ ആ സ്ഥാനത്ത് ഞങ്ങളായിരുന്നു എന്ന് പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥ വരും. വലൈസ ദീനു മാ ബി ഇല്ലൽ ബലാഗ്, അതായത് ദീനിന്റെ ഒരു പരിവേഷം കൊണ്ടല്ല, ബലാഗ് കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് അങ്ങനെ ആ കാലത്ത് അങ്ങനെ അവർ ചെയ്യുക. ഇത്തരത്തിൽ കണ്ടാൽ ഫന്തലൊരു സാഹത്ത, ലോകം അവസാനിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. ഇനിയും അബീ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു, ലാ തഖൂമു സാഅത്തു, ലോകം അവസാനിക്കുകയില്ല. അതൊക്കെ ഹത്താ യുഖാതിൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യും. ആരോട്? അൽ യഹൂദ, ജൂതന്മാരോടും. അതുപോലെ തന്നെ ആ നസാറ, ജൂതന്മാർ യുദ്ധം ചെയ്യും. ഹത്താ യുഖ്തബിൽ യഹൂദി, യഹൂദികൾക്ക് രക്ഷയില്ലായിട്ട് അവർ പോയി ഒളിക്കാൻ തുടങ്ങും. യഹ്തബഹ എന്നാണ് ഒളിക്കുക, മറഞ്ഞിരിക്കുക. എവിടെ പോയിട്ട്? മിൻ വറായിൽ ഹജർ, ഒരു പാറക്കല്ല് കണ്ടാൽ അതിന്റെ പിന്നിൽ, ഷജർ, ഒരു മരത്തിന്റെ പിന്നിൽ. മുസ്ലിങ്ങളും ജൂതന്മാർ യുദ്ധം ചെയ്താൽ ജൂതന്മാർ പേടിച്ച് ഓടിയിട്ട് എവിടെല്ലാം മറവുകളുണ്ടോ ആ മറവിന്റെ പിന്നിൽ പോയി യഹ്തബഹ, ഒളിച്ചിരിക്കുന്ന ഒരു കാലം വരും, ഒളിഞ്ഞിരിക്കുന്ന ഒരു കാലം വരും കേട്ടോ. വറായിൽ ഹജരി വഷജരി ഫയഖൂലുൽ ഹജറു, അങ്ങനെ ആ കല്ല് വിളിച്ചു പറയും, വസ്സജറു, ആ മരവും, യാ മുസ്ലിം, ഏ മുസ്ലിമേ, ഹാദാ യഹൂദി ഖൽഫി, ദാ എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, എന്റെ പിന്നിലൊരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, താൽ ഇങ്ങോട്ട് വരൂ, എന്നിട്ടോ ഫഅഖ്തലുഹു, അവനെ നിങ്ങൾ കൊല്ലൂ. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. കണ്ടോ? പിന്നെ എന്താ പറഞ്ഞേ? ഇങ്ങോട്ടോ, ഇല്ലൽ ഒറക്കസ്, എല്ലാ കല്ലുകളും മരങ്ങളും ജൂതൻ എവിടൊക്കെ പോയി ഒളിച്ചിട്ടുണ്ടോ അതൊക്കെ വിളിച്ചു പറയും, ഇതാ എന്റെ പിന്നിലൊരു മുസ്ലിം ജൂതനുണ്ട്, അവനെ നിങ്ങൾ കൊല്ലൂ. ഒരു വൃക്ഷം മുഴുവൻ, അതിന്റെ പേരാണ് അറക്കത്. ഒറക്കത് എന്ന് പറയുന്ന ഒരു വൃക്ഷം, നിങ്ങൾക്ക് അതിന് പോയാൽ കാണാം.
ഞാൻ അതിനെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കണ്ടമാ റോഡ് സൈഡ് ഉണ്ടാവും. അത് ഉറക്കം തന്നെ പറഞ്ഞു ഫൈൻ്റെ അമ്മീന ഷജറത്തിൽ യഹൂദ. ഉറക്കര എന്ന് പറയുന്നത് ജൂതന്മാരുടെ മരമാണ്. അവർക്ക് ആ ഉറക്കതിൻ്റെ പിന്തുണ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തേതായ ഒരു അവസ്ഥയും വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തം ശരീരത്തിലുള്ളതുപോലെ നിങ്ങളോട് ഞാൻ ഉപദേശിക്കണം. നമ്മൾ കഴിഞ്ഞ 2-ാം ഖുതുബയിൽ പഠിച്ചത് ഒതു ഉണ്ടാക്കുന്നതാണ്. ഒതുവിൻ്റെ രണ്ടാമത്തെ സുന്നത്ത് മിസ്വാക്ക് ചെയ്യൽ, ബ്രഷ് ചെയ്യുന്നതിൻ്റെ ആ ഹദീസ് തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് മരണമാസന്നമായ സമയത്ത് ഭാര്യ ആയിഷാ ബീവിയോട് ആങ്ങള അബ്ദുറഹ്മാന്റെ കയ്യിലുള്ള ആ അറാക്കിന്റെ കഷ്ണം ആവശ്യപ്പെടുകയും തല കൊണ്ടാട്ടി ആയിഷാ ബി അത് സ്മൂത്താക്കി മൃദുലമായി കടിച്ച് ചവച്ച് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് അവസാനമായിട്ട് ചെയ്ത ഒരു കർമ്മമാണത് കേട്ടോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ലൗല അശിഖു അലാ ഉമ്മത്തി ഇല്ല ഔജബത്തു അലൈഹിം മിൻ കുല്ലി ഇന്ദ വുദൂഇൻ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഒലുവിൻ്റെ ശേഷം മുമ്പും ഒതുവെടുക്കുന്ന സമയത്തും എന്താ ഈ പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ഒരു ഒതുവിൻ്റെ ഒരു സുന്നത്തിൽപ്പെട്ടതാണ് മിസ്വാക്ക് ചെയ്യാൻ. അതിന് കുറേ ഉണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തത് മുൻകൈ കഴുകുക സുന്നത്താണ്. അതൊക്കെ സുന്നത്തിനെ സുന്നത്തായിട്ട് മനസ്സിലാക്കണം, ഫറദിനെ ഫറദായിട്ട് മനസ്സിലാക്കണം. ഏത് ഇബാദത്ത് എടുക്കുമ്പോഴും ഷറത്തും ഫറദും സുന്നത്തും അതിൽ കൂടിച്ചേരണം. ഒരു ബിൽഡിംഗ് വാർപ്പുണ്ടാക്കുമ്പോൾ കമ്പിയും കല്ലും സിമന്റും ജെല്ലും എല്ലാം അതിൻ്റെ ചേരുവകളൊക്കെ ചേർന്നാലേ അതിന് ബലമുണ്ടാകുള്ളൂ. എന്നതുപോലെ നമ്മൾ കുറേ സുന്നത്തെടുക്കും, കുറേ സുന്നത്ത് എടുക്കാതിരിക്കും, കുറേ ഫറദ് ഒഴിവാക്കും, എന്നാൽ ഇബാദത്ത് സാധുവാവില്ല കേട്ടോ. അതൊക്കെ പറഞ്ഞു തന്നെ. മൂന്നാമത്തെ മുൻകൈ കഴുകുക. അത് ആദ്യം കഴുകൽ സുന്നത്താണ്. ഫറദ് പറഞ്ഞവർക്ക് ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കും. നിങ്ങൾ ആരെങ്കിലും ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഫലാ യഅ്മുസിയദഹു, നമ്മളെപ്പോഴും ഒന്നുണ്ടാക്കുമ്പോൾ സുബഹിക്കൊക്കെ എഴുതിയിരിക്കുമ്പോഴും വലാ യഅ്മുസിയദഹു, നിങ്ങൾ എന്ത് ചെയ്യരുത്, വെള്ളം ഈ കൈ കഴുകാതെ ആദ്യം വെള്ളം പുറത്തേക്കെടുത്ത് കൈ കഴുകണം. ഒന്നുണ്ടാക്കുമ്പോഴും നമ്മൾ കാല് കഴുകുമ്പോഴും ഒക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി ഷർത്തിലാട്ടോ. ആദ്യം കൈ ഒന്ന് കഴുകുക. അതായത് ഹദീസ് പറയുന്നുണ്ടോ വലാ യഅ്മുസിയദഹു അത്ത വെള്ളത്തിൽ കൈ മുക്കരുത്. അത്താ സലാസൻ 3 തവണ കൈ കഴുകുക. അപ്പോൾ അതും സുന്നത്തായ ഒരു സൽക്കർമ്മമാണ്. ഒതുവിൽപ്പെട്ട മൂന്നാമത്തെ കൈ എവിടെയൊക്കെ സ്പർശിച്ചു എന്ന് ആർക്കും അറിയില്ല. നമ്മളെ കൈ ഉറക്കത്തിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കൈ 3 തവണ കൈ കഴുകൽ സുന്നത്താണ്. 3 പ്രാവശ്യം. പിന്നെ അതിന് ശേഷം വായിൽ വെള്ളം കുപ്പിളിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാ തവല്ലഹ ഫമല മല. നിങ്ങൾ ഒതുവെടുക്കുകയാണെങ്കിൽ വായിൽ വെള്ളം കുപ്പിളിക്കുക എന്ന് പറയും. നന്നായി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ പല്ലിയൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഇതിലൊക്കെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഗുണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരക്ഷര കുഷിയായിരുന്നു. വിദ്യാഭ്യാസമില്ല, ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല, ഒന്നുമില്ലാത്ത 1400 വർഷങ്ങൾക്ക് മുമ്പ് ആടുമാടുകളെ മേച്ച് നടന്നിരുന്ന ഒരു പ്രവാചകനാണ് ഇത് പറഞ്ഞു തരുന്നത്. ഭക്ഷണം കഴിക്കാൻ വലത് കൈ കൊണ്ട് കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകൽ സുന്നത്താണ്. നിങ്ങൾ കാണില്ല ഫലസ്തീൻ്റെ പട്ടാളക്കാരൊക്കെ വെള്ളം കൊണ്ടുപോയി കൊടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ഇരിക്കാൻ സ്ഥലമല്ല, മുട്ടുകുത്തിയിട്ടാൽ വെള്ളം കുടിക്കണം. ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 4-5 സുന്നത്ത് നമുക്ക് കിട്ടും. അതുപോലെ വായിൽ വെള്ളം കുപ്പിളിക്കലും പൊതുവിൽപ്പെട്ടതാണ്. അത് സുന്നത്താണ്. പിന്നെ അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം. ഇതിൽ മൂക്കിൽ നമ്മൾ എന്തെല്ലാമോ ശ്വസിക്കുന്നു, ആ ശ്വസനകൂടത്തിലെ പൊടിപടലങ്ങളോ രോഗാണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ 5 നേരം നമസ്കരിക്കുമ്പോൾ നമ്മുടെ മുൻകൈ കഴുകലും നമ്മുടെ വായ കുപ്പിളിക്കലും മൂക്ക് കഴുകലുമൊക്കെ രോഗത്തിന് പ്രതിരോധമാണ്. രോഗാണുക്കൾ നമ്മുടെ ദേഹത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനുള്ള കാരണം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾക്ക് പഠിപ്പിച്ചത്. ഇതാ തവല്ല അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഒലിയെടുക്കുകയാണെങ്കിൽ മൂക്കിൽ വെള്ളം ചേർത്തിട്ട് പീഞ്ഞ് കളയല്ല. അപ്പോൾ അതിലുണ്ടായിരിക്കുന്ന എല്ലാ പൊടിപടലങ്ങളും 5 നേരം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കും. നോമ്പുകാർക്ക് അത് ചെയ്യൽ, നോമ്പ് കാലത്ത് മൂക്കിൽ വെള്ളം കയറ്റുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരനുസരിച്ചിട്ട് 3 മുറി പോകുന്നില്ല സംശയമില്ല ചെയ്യാണ് നോമ്പ് കാലത്ത് കേട്ടോ. പിന്നെ താടിയൊക്കെ നല്ല താടിയുള്ള ആൾക്കാർ എന്ത് വേണം? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഹല്ലു റഹ്ലത്തുഹു, താടി
വെള്ളത്തിൽ നല്ലോണം കൈയിട്ടിട്ട് വൃത്തിയിൽ വെള്ളം അങ്ങോട്ട് ചേർന്ന് വന്ന് ഉറപ്പ് വരുത്തണം. ഇനിയും കുറേ സുന്നത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾ ഒക്കെ ബർസഹിയായ ലോകത്താണ്. അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്ക് എല്ലാവർക്കും നിനക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. മാറിയ രോഗങ്ങൾ, അപകട മരണങ്ങൾ, ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഇനി കാത്തി രക്ഷിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞങ്ങൾക്ക് ഇനി ഹലാലായ എല്ലാ പ്രവൃത്തിയും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ കടങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഇനി തീർത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഏതെല്ലാം മേഖലയിൽ ശത്രുക്കളുണ്ടോ, അസ്യാദിക്കളുണ്ടോ, അവരിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാ ഫിത്നയിൽ നിന്നും, ആപത്തിൽ നിന്നും, ശത്രുതയിൽ നിന്നും, പാറയിൽ നിന്നും, വജ്രയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ തമ്പുരാനെ. അവരുടെ പഠനത്തിലും ജോലിയും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവർ നന്നായി കൊടുക്കണേ തമ്പുരാനെ. ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പഠനത്തിൽ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഇന്റർവ്യൂവിൽ വിജയിപ്പിക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കി തരണേ റബ്ബേ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. ഞങ്ങളെ പെൺകുട്ടികളെ, അവരുടെ ഭർത്താക്കന്മാർ, അവരെല്ലാവരും നന്നാക്കണേ തമ്പുരാനെ. അവരുടെ പഠനത്തിലും ജോലിയിലും ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ തമ്പുരാനെ. പല കുട്ടികളും പരീക്ഷ പാസ്സായി ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട്. പല രക്ഷിതാക്കളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അവരുടെ ലക്ഷ്യത്തിനനുസരിച്ച്, അവരുടെ പഠനത്തിനനുസരിച്ച് ജോലി കിട്ടി നന്നാക്കണേ തമ്പുരാനെ. അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ റബ്ബേ. വിധവകളും അഗതികളും ഞങ്ങളുടെ മക്കളെ ആക്കരുത് തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, പടച്ച റബ്ബിന്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാണ് റബ്ബേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ തമ്പുരാനെ. ചെറുതും വലുതുമായ രോഗങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും അവസാനം നീ ഈമാൻ കിട്ടി മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين وذل الشرك والمشركين. اللهم اهلك اليهود يا رب العالمين. اللهم اهلك اليهود يا رب العالمين. اللهم اهلك اليهود يا رب العالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഫുകളൊക്കെ ശരിയായി നിൽക്കുക. الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. سبح ما في السماوات وما في الأرض وهو العزيز الحكيم. يا أيها الذين آمنوا لم تقولون ولا تفعلون إن الله أن تقولوا ما لا تفعلون
ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫൻ മൂസാ ലിമാ തുഉലൂനനി وهم ويهد القوم الفاسقين إن رسول الله إليكم وبشرا برسول يأتي أحمد فلما جاءهم بالبينات قالوا هذا سحر مبين وهو يهدي القوم الظالمين يريد بأفواههم والله متم وله كره الكافرون الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط أنعمت عليهم غير المغضوب عليهم ولا الضالين آمين والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى وسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى وسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه ولسوف يرضى الله أكبر سمع الله لمن حمده الله أكبر الله أكبر
അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. لا إله إلا الله وحده لا شريك له. الله لا إله إلا هو الحي القيوم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على الرحمن يا رب أنت مسكاتي وسيرك كلمة من لا كلام من كلمة എന്നെ കാക്കണൻ്റെ ഭാഗ്യമായ എൻ്റെ റബ്ബേൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ശത്രുക്കളെ പരാജയപ്പെടുത്തി മരിച്ചുപോയ മാതാപിതാക്കൾ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صلى الله عليه وسلم. الله أكبر. سمع الله لمن حمده. الله أكبر. الله. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين صراط الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. التحيات المباركات والصلوات. السلام عليك أيها النبي ورحمة الله وبركاته. أشهد أن لا إله إلا الله وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم اغفر لي ما قدمت وقدم وأنزل وآخر لا إله إلا أنت. اللهم صل على محمد. أستغفر الله أستغفر الله أستغفر الله أستغفر الله أستغفر الله أستغفر الله أستغفر الله.